ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓൺലൈനിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കുറച്ച് മെത്തേഡ്സ്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? പൈസ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് ഭയങ്കര എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അത് പറ്റില്ല. പൈസ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മളെ മെത്തേഡ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സ്റ്റെപ്പുകളിലേക്ക് കടക്കാം. നമ്മൾ ചെറുപ്പത്തിൽ, ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും നിങ്ങളാണെങ്കിൽ പോലും, നമ്മൾ എന്തൊക്കെ ആയാലും നമ്മൾ യൂട്യൂബിൽ ഹൗ ടു മേക്ക് മണി ഓൺലൈൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാണ്ടിരിക്കില്ല. കാരണം ഇപ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കിയിട്ടായിരിക്കാം കുറേ പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവാം. അപ്പോൾ ഞാനും ചെറുപ്പത്തിൽ കുറേ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായി വെബ്സൈറ്റ് ഡിസൈനിങ്ങും ഡെവലപ്മെൻറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഓൺലൈൻ ഫീൽഡിൽ കുറച്ച് വലിയ ഒരു ഇതില്ല, എന്നാലും കുറച്ച് നാളായി. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യണം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഓൺലൈൻ സെർച്ച് ചെയ്യുമ്പോൾ കുറേ റിസൾട്ടുകൾ നമുക്ക് കിട്ടില്ല. ആ ജോലി ചെയ്തോ നമുക്ക് മാസം 30,000 വരുമാനം ഉണ്ടാക്കാം, 50,000 രൂപ വരുമാനം ഉണ്ടാക്കാം, എന്നിട്ട് റിസൾട്ട് പറയണേ. പക്ഷേ സത്യത്തിൽ ഒന്നും അങ്ങനെ കണ്ടുപിടിയാണ് കാര്യങ്ങളൊന്നുമല്ല. അത് അറ്റ്ലീസ്റ്റ് ചെയ്ത് നോക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വരുന്ന മിക്ക വീഡിയോസും സ്കാം ആയിരിക്കും. സ്കാം എന്ന് പറഞ്ഞാൽ വെറുതെ പറ്റിപ്പേര്. അപ്പോൾ പറ്റിപ്പേരെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊന്നുമില്ലെങ്കിൽ അവർ ആ വീഡിയോ നമ്മൾ കാണുന്ന വഴി അവർ കുറേ പൈസ ഉണ്ടാക്കും. അല്ലെങ്കിൽ അവർ പറഞ്ഞ ലിങ്കിലേക്ക് നമ്മൾ കയറുമ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് നമ്മൾ കുറേ അവർ കുറേ അതിൻ്റെ വീഡിയോ ഇട്ട ആൾക്ക് കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നല്ലാണ്ട് നമുക്കങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ 99% ഒരു നിഗമനം. സോറി കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ മിക്കതും സ്കാം ആയിരിക്കും. അത് നിങ്ങൾ അടിവാരിയിട്ട് എഴുതി വെച്ചോ, അത് സ്കാം ആയിരിക്കും. വെറുതെ ഇപ്പോൾ ഡാറ്റ എൻട്രി ജോബ്, അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് കാണും കുറേ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ സർവേ കംപ്ലീറ്റ് ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കാം, നിങ്ങളോട് വെറുതെ ഇരുന്നാൽ മതി, ഞാൻ കുറേ പൈസ കൊണ്ടുവന്നേരാം. അങ്ങനെയൊക്കെ ആയിരിക്കും കുറേ ഇതിൽ നമുക്ക് കാണുമ്പോൾ ഉള്ളാലോ അടിപൊളി, ഇത്ര സിമ്പിളായിട്ട് ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ പറ്റില്ലേ, നടപടിയാണ് കാര്യം എന്നല്ല കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, നടപടി ആവില്ല. വെറുതെ അതിനും പോയി നിങ്ങളെ സമയം കളയണ്ട. അപ്പോൾ ഇത് ഞാൻ കുറേ സമയം കളയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ പറയണതാണ്, സമയം കളയണ്ട. ഇതിൽ എനിക്ക് മനസ്സിലാക്കണം ജനുവനായിട്ടുള്ള കുറച്ച് മെത്തേഡ്സാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. ആ കേസ് നമുക്ക് ഇനി അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല, അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇത് ആ സ്കാമിൻ്റെ കേസ് അവിടെ നോട്ടെ. ഇനിയത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ജനുവിനും ഞാൻ ആ മെത്തേഡ്സ് എല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയണതാവും, പക്ഷെ എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബ്ലോഗിങ്, പിന്നെ യൂട്യൂബ്, പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഫ്രീലാൻസിങ്. ഇപ്പോൾ ഇതിൽ ഈ 4 മെത്തേഡ് ഞാനൊരു ഇത് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ എനിക്ക് അറിയാം, അതായത് പൈസ കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു പൈസ കിട്ടും. അപ്പോൾ ഞാനൊരു കാര്യം നോക്കട്ടെ, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. വളരെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞു, ബ്ലോഗിംഗ് എന്ന് പറഞ്ഞു, ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞു, ഇതൊക്കെ കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡ്സ് തന്നെയാണ്. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, പക്ഷേ നമുക്ക് ജെനുവിനായിട്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ഓരോന്ന് എന്നിട്ട് നോക്കിയാലോ. ബ്ലോഗിങ് നിങ്ങൾക്ക് മിക്കവർക്കും അറിയണ്ടാവും ബ്ലോഗിങ് എന്ന് പറഞ്ഞൊരു കാര്യം. ബ്ലോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡാണ് നമുക്ക് ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാവണം. ആ വെബ്സൈറ്റിൽ നമ്മൾ കണ്ടൻറ്റ് പുഷ് ചെയ്ത് കൊടുക്കണം. ഇന്ന കണ്ടൻറ്റ് എന്ത് ടൈപ്പ് കണ്ടൻറ്റ് ആവണം എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ടെക്നോളജിയെക്കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ ടെക്നോളജിയെക്കുറിച്ച് എഴുതാം. ഓരോ ടോപ്പിക്കുകൾ എടുത്ത് അതനുസരിച്ച് നിങ്ങൾ എഴുതാം, കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യില്ല, വീഡിയോ ഒരു കണ്ടൻറ്റ് അല്ല, അതുപോലെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ബ്ലോഗ് കണ്ടൻറ്റ്സ് ചെയ്താൽ അപ്പോൾ അതുവഴി നമുക്ക് ആ വെബ്സൈറ്റിന് ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആ വെബ്സൈറ്റിൽ കുറേ ട്രാഫിക് എന്ന് പറഞ്ഞാൽ കുറേ മെമ്പേഴ്സിനെ, മീൻസ് വ്യൂവേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ റെഗുലറായിട്ട് ഡെയിലി ബേസിൽ നമുക്ക് നല്ലൊരു വ്യൂവർഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഗൂഗിൾ ആഡ്സെൻസിന് അപ്ലൈ ചെയ്യും. ഗൂഗിൾ ആഡ്സെൻസ് അപ്രൂവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സെൻസ് വഴി ആ അഡ്വർടൈസ്മെൻറ്റ്സ് ഗൂഗിളിൽ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ഇടും. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ്സ് വ്യൂവേഴ്സ് കാണുന്നതിനനുസരിച്ച് നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടും. ചെറിയൊരു പേയ്മെൻറ്റ് കിട്ടാം, വലിയ പേയ്മെൻറ്റ് അല്ല, ചെറിയൊരു പേയ്മെൻറ്റ്. അത് കൂടുതൽ പേര് കാണുന്നതിനനുസരിച്ച് നമുക്ക് ആ ചെറിയ പേയ്മെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വലിയൊരു എമൗണ്ടായിട്ട് പെർ മന്ത് നമുക്ക് കിട്ടും. അതാണ് ബ്ലോഗിങ് വഴി പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഗൂഗിൾ ആഡ്സെൻസ് മാത്രമല്ല, വേറെ കുറേ അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഡയറക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് എടുക്കാം. പല ഓർഗനൈസേഷൻ അവിടെ നിന്നൊക്കെ ആയിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് എടുത്ത് നമുക്കത് ആ അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടുന്നതിന് നമുക്ക് അവരുടെ ഒരു ഫീസ് മേടിച്ച് നമുക്ക് അങ്ങനെ അവർക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ബ്ലോഗിങ്ങിൻ്റെ ബ്ലോഗിങ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്നിട്ടാ ഈ നമ്മുടെ യൂട്യൂബ് തന്നെ. യൂട്യൂബിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് മിക്കവർക്കും ഇപ്പോൾ അറിയാമെന്നുള്ളത്
എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ കുറേ യൂട്യൂബേഴ്സ് ആണെങ്കിലും അവർക്കൊരു നല്ല പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ്. എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് വ്യൂസ് കിട്ടുന്നോ, അത്രത്തോളം ആളുകൾ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നോ, അത്രത്തോളം നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ട് കാര്യം. പക്ഷേ നിങ്ങൾക്കറിയാം യൂട്യൂബിൽ ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. മനസ്സിലായി? എളുപ്പമുള്ളൊരു കാര്യമല്ല. വളരെ സ്ലോ ഗ്രോത്തിൽ യൂട്യൂബ് ഇങ്ങനെ കയറി വരുള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് പിന്നെ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് യൂട്യൂബ് ആയാലും ബ്ലോഗ് ആയാലും കയറി വരാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പം ഞാൻ ബ്ലോഗിങ്ങിൽ പറയാൻ വിട്ടുവരുക സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും അതിന് പറ്റിയ വെബ്സൈറ്റുകൾ ഇഷ്ടം പോലെ നമ്മുടെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ഇന്നൊരു കീവേഡിനെ കുറിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റിസൾട്ടുകൾ വരും. അതിപ്പോൾ ഓരോന്ന് റാങ്ക് ചെയ്ത് കയറി വരും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഏതൊരു വ്യൂവറാണെങ്കിൽ പോലും ആ ഫസ്റ്റ് പേജിൽ വരുന്ന റിസൾട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുക. അപ്പോൾ താഴെ പോയി കിടക്കുന്നവർക്ക് കൂടുതൽ വ്യൂസ് കിട്ടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വീഡിയോ, അതുപോലെ തന്നെ വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാർഡ് ഞാൻ കൊടുത്തേക്കാം, പിന്നെ അതുപോലെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തേക്കാം. നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ SEO കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. SEO അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻറ്റ് അത്ര അടിപൊളിയായിരിക്കണം. അത്ര അടിപൊളി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് മുകളിൽ കയറി വരുള്ളൂ. ഓക്കെ, എന്നാലാണ് നമുക്ക് നല്ലോണം വ്യൂവേഴ്സിന് കിട്ടുള്ളൂ. അപ്പോൾ അത് ബ്ലോഗിങ്, പിന്നെ യൂട്യൂബ് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ യൂട്യൂബ് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും നല്ലൊരു എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആമസോണിൻ്റെ ഒരു അഫിലിയേറ്റ് മെമ്പർഷിപ്പ് ഒരു പ്രോഗ്രാം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഫിലിയേറ്റ് ലിങ്കുകൾ വയ്ക്കാൻ പറ്റും. അഫിലിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലിങ്ക് കയറി നിങ്ങൾ ആ പ്രൊഡക്റ്റ് മേടിച്ചെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു കമ്മീഷൻ എനിക്ക് കിട്ടും. അത് നിങ്ങൾ വേറെ പേ ചെയ്യുന്നു വേണ്ട, പക്ഷേ അതിൻ്റെ ചെറിയൊരു കമ്മീഷൻ ആമസോൺ എനിക്ക് തരും, ചെറിയൊരു കമ്മീഷൻ. അത് പക്ഷേ അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കൂടുതൽ ലാഭം വരണേ, കൂടുതൽ ആളുകൾ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറുന്നുണ്ടെങ്കിൽ അതുവഴി ആ അഫിലിയേറ്റ് ലിങ്കിലേക്ക് കൂടുതൽ ആളുകൾ എൻ്റർ ചെയ്ത് പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഈ നാലാമത്തെ മെത്തേഡാണ് ഫ്രീലാൻസിങ്ങിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ തന്നെ സമയമെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീലാൻസ് ചെയ്ത് നമുക്ക് വർക്ക് എടുക്കുക, അത് ചെയ്ത് കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ തന്നെ കുറേ നാളുകളായിട്ട് ഫ്രീലാൻസ് ചെയ്യണതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ വർക്കുകൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ചെയ്ത് പോകണം. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫ്രീലാൻസിങ് അത്ര എളുപ്പമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ടൈം എടുക്കും നമ്മളൊന്ന് സെറ്റായി വരാനായിട്ട്. അതിന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീലാൻസിൽ നമ്മുടെ സ്കില്ല് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ചാണ് വർക്കുകളുടെ ഷോക്കേസിങ്. മനസ്സിലായി? നമ്മുടെ വർക്കുകളുടെ ഷോക്കേസിങ് അതാണ് നമ്മുടെ പോർട്ട്ഫോളിയോ. അപ്പോൾ പോർട്ട്ഫോളിയോ അത്ര അടിപൊളിയാണെങ്കിലാണ് ആ പോർട്ട്ഫോളിയോ തന്നെ നമുക്ക് ക്ലയൻസിനെ ഒപ്പിച്ചു തരും. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ അതിനെ പറ്റിയ മാർഗ്ഗങ്ങളാണ് ബ്ലോഗിങ്, യൂട്യൂബിങ്, അങ്ങനത്തെ മീഡിയാസൊക്കെ. പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ നമുക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മീഡിയ വഴി നമുക്ക് ക്ലയൻസിനെ ഒപ്പിക്കാൻ പറ്റും. ക്ലയൻസിനെ അതുവഴി നമുക്ക് ഡീൽ ചെയ്ത് നമുക്കൊരു ഡീൽ ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്, ഫൈവർ, അപ്വർക്ക്, ഫ്രീലാൻസർ, അങ്ങനെ കുറേ വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അതുവഴി നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി ഫ്രീലാൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുവരെ ഞാൻ ഈ ഒരു വെബ്സൈറ്റുകളിൽ കൂടെ ഞാൻ വർക്ക് എടുത്തിട്ടില്ല. അത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്കൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് വർക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഈ ഒരു 4 മെത്തേഡാണ് ബേസിക്കലി എനിക്കറിയാവുന്നതിൽ വെച്ച്, എൻ്റെ ഒരു നോളജ് വെച്ച് ജെനുവിനായിട്ട് വർക്ക് ചെയ്യണ മെത്തേഡ്സ് ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ റാങ്ക് ചെയ്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് SEOൻ്റെ നമ്മളൊരു വേറെ വീഡിയോ ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡഗ്ലസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടാണ്. നമുക്കൊരു ദിവസം അവനായിട്ടൊരു വീഡിയോയിൽ ഇരിക്കാം. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അതിലൂടെ ഷെയർ ചെയ്ത് തരും. പിന്നെ യൂട്യൂബ് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, യൂട്യൂബ് ചാനൽ ഇടുക, പിന്നെ അതുപോലെ തന്നെ കണ്ടൻറ്റ് കൊടുക്കുക. നല്ല വ്യൂവേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബ്ലോഗിലൂടെയും വീഡിയോയിലൂടെ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഫ്രീലാൻസിങ്ങിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. കുറേ ഇൻഡെപ്തിൽ പോയിട്ട് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ വെച്ച് തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങളാണ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സ്കില്ല്.
നമ്മുടെ സ്കിൽ എത്രമാത്രം നമുക്കുണ്ടോ അത്രമാത്രം നമുക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വെറുതെ ഇനി അങ്ങനെ കുറേ വീഡിയോസ് കാണുമ്പോൾ വെറുതെ അതിൽ പോയി സമയം കളയാനേക്കാളുപരി നിങ്ങളുടേതായിട്ടൊരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ ചാനലിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും വേറെ യുഡമിയോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ചാനലുകളിൽ കൂടെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ സമയം കളയരുത്. ഓക്കെ, താങ്ക് യു.